Hey guys, welcome back to my channel. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുകയായിരുന്നു ഒരു റീസെറ്റ് വേണമെന്ന്. അപ്പോൾ വളരെ റിയലിസ്റ്റിക്കും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹാബിറ്റ്സ് ആട്ടോ ഞാൻ ഈ മാസത്തേക്ക് പ്ലാൻ ചെയ്തേക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഇതെല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഈ വീഡിയോയിൽ ഞാനിത് ഷെയർ ചെയ്യാം. കൂടാണ്ട് ഹോപ്പ്ഫുള്ളി ഞാനിത് കണ്ടിന്യൂ ചെയ്യാമെന്നും കൂടെയാണ് എൻ്റെ പ്ലാൻ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഹാബിറ്റ് ആയിട്ട് ഞാൻ എടുക്കാന്ന് വിചാരിച്ചത് നമുക്ക് മോർണിംഗ് ഒരു ഡീടോക്സ് ജ്യൂസ് ആയിട്ട് തുടങ്ങാമെന്നാണ്. ആക്ച്വലി ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യുമ്പോഴേ എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നമുക്ക് ഡീടോക്സ് ഡ്രിങ്കിന് തുടങ്ങാം. ഇതിനധികം വലിയ ഫാൻസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. സ്പിനച്ച്, കുക്കുംബർ, ഒരു ആപ്പിൾ, ലെമൺ, പിന്നെ മിൻറ്റും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമുക്ക് തുടങ്ങാം. ആക്ച്വലി ഇത് ഗട്ടിനും ഭയങ്കര നല്ലതാണ്. കൂടാണ്ട് നമ്മൾ മോർണിംഗ് ഇത് കുടിക്കുമ്പോൾ നമുക്കൊരു ഫീലും ഉണ്ടാവും, നമ്മൾ നല്ല നോട്ടിലാണ് ഇന്നത്തെ ഡേ തുടങ്ങുന്നതെന്നുള്ളൊരു ഫീലും ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ വിചാരിച്ചെന്നാൽ ഡീടോക്സ് ഡ്രിങ്കിൽ നമുക്ക് മോർണിംഗ്സ് അല്ലെങ്കിൽ നമ്മുടെ ദിവസം തുടങ്ങാമെന്ന്. അപ്പോൾ ആദ്യം ഉണ്ടല്ലോ നമുക്ക് ആപ്പിളും കുക്കുംബറും കട്ട് ചെയ്തെടുക്കാം. വലിയ ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് പാലക്ക്, സ്പിനച്ചും കൂടെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഡീടോക്സ് ജ്യൂസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയായി. അപ്പൊ ഇതാട്ടോ അഗാറോന്റെ റീഗൽ സ്ലോ ജ്യൂസ്. ഇതിലാട്ടോ ഞാൻ ഡീടോക്സ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ മെഷീൻ ഉണ്ടല്ലോ 200 വാട്ടിന്റെ പവർഫുൾ DC മോട്ടർ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇത് എനിക്ക് എപ്പോഴും പെർഫെക്റ്റ് റിസൾട്ട് ആണ് എനിക്കിത് തരുന്നത്. അപ്പൊ ഈ ജ്യൂസറിനെ ഉണ്ടല്ലോ നമുക്ക് 3 സിമ്പിൾ സ്റ്റെപ്സ് ആയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റും. ആദ്യത്തേതാണ് ഈ ജ്യൂസിംഗ് ബൗള്. ഇതിനെ നമുക്ക് മെയിൻ യൂണിറ്റിൽ അറ്റാച്ച് ചെയ്യാം. ഇതാണ് ഓഗർ അറ്റാച്ച്മെന്റ്. ഇത് ബേസിക്കലി കട്ട്, സ്ക്വീസ്, എക്സ്ട്രാക്ട് ആൻഡ് ഗ്രൈൻഡ് ചെയ്യും. ഇതാണ് നെക്സ്റ്റ് നമുക്ക് ജ്യൂസിംഗ് ബോളിലോട്ട് അറ്റാച്ച് ചെയ്യേണ്ടത്. അടുത്ത അറ്റാച്ച്മെന്റ് ആണ് ഫീഡർ ഷൂട്ട്. ഇതിലോട്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ലോക്ക് ചെയ്താൽ മാത്രം മതി. ഈ ജ്യൂസറിന്റെ കൂടെ നമുക്ക് 2 കണ്ടെയ്നേഴ്സ് ആണ് വരുന്നത്. 1 ജ്യൂസ് കളക്ട് ചെയ്യാനും 2 വേസ്റ്റ് എക്സ്ട്രാക്ട് കളക്ട് ചെയ്യാനും. ഇനി നമുക്ക് ഇതിൽ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഡീടോക്സ് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എന്റെ ഡീടോക്സ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 65 RPM സ്ലോ ജ്യൂസിങ് ആയതുകൊണ്ട് ഹീറ്റ് ബിൽഡപ്പ് ആൻഡ് ഓക്സിഡേഷൻ കുറവായിരിക്കും. ബേസിക്കലി ഇത് ജ്യൂസിൽ ന്യൂട്രിയൻസും നാച്ചുറൽ ടേസ്റ്റും റീറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നോക്കൂ, നല്ല ഗ്രീൻ കളറായിട്ട് തന്നെ വന്നില്ലേ. ഇതിൽ കുറച്ച് ഫ്ലേവറിന് ഞാൻ നാരങ്ങയും കൂടെ പിഴിയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡീടോക്സ് ഡ്രിങ്ക് റെഡി. അപ്പോൾ ഇത് മോർണിംഗ് മാത്രമല്ല കേട്ടോ, ത്രൂ ഔട്ട് ദ ഡേ എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കാം. നല്ല ടേസ്റ്റിയാണ്. ആപ്പിളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സ്വീറ്റ്നെസ്സും ഉണ്ട്, മിൻറ്റിൻ്റെ ഫ്ലേവറും ഉണ്ട്. അപ്പം ഇത് നല്ല ഒരു ഡ്രിങ്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഇട്ട് തരാം. എന്തായാലും പോയി ചെക്ക്ഔട്ട് ചെയ്തോ. ഈ മെഷീനിലുണ്ടല്ലോ നമുക്ക് ഫ്രൂട്ട് ജ്യൂസസ് ആയി, സർബത്സിന് വേണ്ടിയിട്ടായി, ഈവൻ ഡീടോക്സ് ഡ്രിങ്ക്, ഗ്രീൻ വെജിറ്റബിൾസ് വെച്ചിട്ടായി എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഈ പ്രൊഡക്റ്റ് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇത് കുടിച്ചതിന് ശേഷം ഞാൻ അടുത്ത ഹാബിറ്റ് എന്താ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയമുണ്ടല്ലോ 4:10 ആവാനായി.
അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് വർക്കൗട്ടിൽ വീണ്ടും കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ലാസ്റ്റ് മന്ത് വരെ ഞാൻ പ്രോപ്പറായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് മന്ത് അത് ഹെക്ടിക് ആയതുകൊണ്ട് എല്ലാം ഒന്ന് മുടങ്ങിക്കിടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മാസം അത് തിരിച്ച് കൺസിസ്റ്റന്റ് ആക്കി എടുക്കണമെന്നാണ്. ആക്ച്വലി പെർഫെക്റ്റ് ആക്കണം എന്നല്ല, ജസ്റ്റ് ഒരു കൺസിസ്റ്റൻസി വരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം ഞാനൊരു 3 to 4 days ആണ് പ്ലാൻ ചെയ്യുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ദിവസം ഇടവിട്ടാണെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. സ്ലോലി നമുക്കത് ഒരു 5 to 6 days ആക്കി എടുക്കാം. ചില ദിവസങ്ങളുണ്ടല്ലോ ഭയങ്കര എനർജി ആയിരിക്കും, ചില ദിവസങ്ങൾ ഭയങ്കര ലേസിയും ലഥാർജിക്കും ആയിരിക്കും. ബട്ട് ഷോയിങ് അപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും വർക്കൗട്ടിലോട്ട് കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ നെക്സ്റ്റ് ഈ മന്തിൽ വെച്ചിരിക്കുന്ന ഗോള്. അപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ തന്നെ ക്ലബ് ഹൗസിൽ തന്നെ ജിം ഉണ്ട്. സോ അവിടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അധികം ആൾക്കാരുണ്ടാവില്ല, എനിക്ക് കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പേഴ്സണലി എനിക്ക് ജിമ്മിൽ അധികം ആളൊന്നും ഇല്ലാണ്ട് പോകുന്നതാണ് ഇഷ്ടം. അറിയത്തില്ല, അത് ചിലപ്പോൾ ഒരു കോൺഷ്യസ്നെസ് ആയിരിക്കാം, അത് മാറ്റിയെടുക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ ഈ സമയമാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ജിമ്മിൽ പോവാം. അപ്പൊ ഞാൻ പോയി റെഡി ആയിട്ട് വരട്ടെ. ഓക്കെ ജീവ, പോയിട്ട് വരാമേ. ജിമ്മിൽ പോയി ഞാൻ വിജയിച്ചിട്ട് വരട്ടെ. പറയൂ, വിജയ് പോവാ. ബായ് മലായി, പോയിട്ട് വരാട്ടാ. നല്ല ടയർഡായി. ഞാനപ്പോൾ ക്ലബ് ഹൗസിൻ്റെ വാഷ്റൂമിൽ എത്തിയിട്ടുള്ളത് ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് ബാംഗ്ലൂർ ഇപ്പം. അതുകൊണ്ടൊന്ന് ഫേസ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലോണം ടയർഡായി. ഇനി ഞാൻ വീട്ടിൽ പോയി പ്രോട്ടീൻ ഷേക്ക് കുടിക്കണം, ഒന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് നെക്സ്റ്റ് ഞാൻ എന്താ എൻ്റെ റുട്ടീനിലോട്ട് ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇത് ഞാനുള്ള കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്ത് വരികയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ആക്ച്വലി ഞാൻ എൻ്റെ റുട്ടീനിൽ അല്ലെങ്കിൽ എൻ്റെ ഡയറ്റിലായാലും ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ എന്തായാലും അതും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ ജിമ്മിൽ പോയി തിരിച്ചെത്തി. പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു, ഒന്ന് ഫ്രഷ് ആയി. ഞാൻ വന്ന് ഡിന്നറും ഉണ്ടാക്കി കഴിഞ്ഞു. ഡിന്നറും കൂടെ വ്ളോഗ് ചെയ്താലുണ്ടല്ലോ കുറേ ലെങ്തി ആവും. അതാ ഞാൻ വിചാരിച്ചെന്നാൽ ഡിന്നർ ഉണ്ടാക്കിയിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന്. അപ്പോൾ ആക്ച്വലി ഇന്ന് ഡിന്നറിനായിട്ടുള്ളത് നല്ല കുടംപുളിയിട്ട മീൻകറി, പ്രോൺസ് മസാല, ചോറ്, പിന്നെ ഫൈബറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്സും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. ഓക്കെ, അപ്പോൾ ഇനി ആട്ടോ ഞാൻ എൻ്റെ ഹാബിറ്റ് ഓർ റുട്ടീനിൽ ആഡ് ചെയ്ത ഒരു കാര്യം, അതാണ് പോർഷൻ കൺട്രോൾ. അപ്പോൾ ഞാനൊരു വെയിങ് സ്കെയിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ യൂണിറ്റ് ആയിട്ട് ഗ്രാം, ml, മിൽക്ക് ml ഇതെല്ലാം ഉണ്ടാവും. നോർമലി ഇത് ആമസോണിൽ മേടിക്കാൻ കിട്ടും. അപ്പൊ ഞാൻ ഇതാ എടുത്തേക്കുന്നത്. ഞാനുണ്ടല്ലോ എൻ്റെ എല്ലാ മീൽസും വേ ചെയ്തിട്ട് തന്നെയാട്ടോ കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു മെഷീൻ വീട്ടിൽ മേടിച്ച് വെച്ചാലുണ്ടല്ലോ നമ്മൾ എത്ര കാർബ്, എത്ര പ്രോട്ടീൻ അല്ലെങ്കിൽ എത്ര ഫൈബർ കഴിക്കുന്നത് നമുക്ക് എക്സാക്ട് ഒരു ഐഡിയ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചേക്കുന്നത്. ഇതിപ്പോ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 months ആയി. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു വെയിങ് മെഷീൻ എടുക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എത്ര കാർബ്സ്, എത്ര പ്രോട്ടീൻ, ഞാൻ എത്ര ഫൈബറാണ് എടുക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിന്റെ ഗ്രാം 0 ആക്കാം. ഇനി ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് കാർബ്സ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് കാർബ്സിനായിട്ട് എടുത്തേക്കുന്നത് റൈസ് ആണ്. പൊതുവെ ഞാൻ റൈസും ചപ്പാത്തി എല്ലാം കഴിക്കാറുണ്ട്. ഇപ്പൊ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ 2 ചപ്പാത്തി, അതിൽ കൂടുതൽ കഴിക്കാറില്ല. അപ്പൊ ഇന്ന് റൈസ് ആണുള്ളത്. ഞാനുണ്ടല്ലോ 120 to 150, അതിൽ കൂടുതൽ റൈസ് എടുക്കാറില്ല ആസ് കാർബ്. അപ്പൊ ഞാൻ അതിടാം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി, സാരമില്ല, മാറ്റാം. ഓക്കെ, ഇതിപ്പോ 79 ആയിട്ടുള്ളൂ. നമുക്കൊരു കുറച്ചുകൂടെ ഇടാം. 127, എനിക്കിന്ന് അത്രയും മതി. അപ്പൊ ഇത്രയും ചോറായി. ഓക്കെ, 127 ഗ്രാം റൈസായി. ഇത് കഴിഞ്ഞു. ഇനി കാർബ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് മീൻകറി ഉണ്ടല്ലോ അതും കൂടെ ഒഴിക്കാം.
അപ്പൊ മീൻ ഞാനൊരു 100 to 150 ഗ്രാംസ് എടുക്കുന്നേ. അപ്പോൾ ഇത് കറക്റ്റ് 100 ഗ്രാമായി. അപ്പോൾ ഇത്രയും മതി. ഞാൻ കുറച്ചുകൂടെ ഗ്രേവി ഒഴിക്കുന്നുണ്ട്, ചോറ് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോകും. ഇനി നമുക്ക് പ്രോൺസ് എടുക്കാം, ഒരു 80 to 100 ഗ്രാംസ്. അപ്പം ഫൈബറിന് വേണ്ടി ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഇതും നമുക്കൊരു 100 ഗ്രാം, അപ്പോൾ 108 107 ഗ്രാം. ഇത് റെഡിയായി, എൻ്റെ ഡിന്നർ റെഡിയായി. കുറച്ച് കാർബ്സ് പിന്നെ ഫൈബറും പ്രോട്ടീനും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ബാലൻസ് മീലാവും. ഇത് കഴിച്ചാൽ ഇങ്ങനെ ഇത്ര തന്നെ കഴിച്ചാൽ നമ്മുടെ വയറ് നല്ല ഫുള്ളാവും. നമുക്കുണ്ടല്ലോ നല്ല എൻജോയ് ചെയ്ത് ഫുഡും കഴിക്കാൻ പറ്റും. കുറച്ച് പോർഷൻ കൺട്രോൾ മാത്രം ചെയ്താൽ മതി. നമ്മൾ കാർബ്സ് കഴിക്കുന്ന കാർബ്സ് മാത്രം കുറച്ച് അളവ് കുറച്ചാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് അധികം എടുക്കാം. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പം ഓയിൽ ലെസ് ചെയ്ത് കുക്ക് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീക്സ് ആക്കിയാലുണ്ടല്ലോ നമ്മുടെ ഫുഡും നല്ല ഹെൽത്തി ആയിരിക്കും. നമുക്ക് എല്ലാ ടൈപ്പ് ഫുഡ് എൻജോയും ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്ക്, എന്റെ ഫുഡ് കാണാൻ തന്നെ എന്ത് രസമില്ലേ. അപ്പൊ ഇനി ഇത് ഞാൻ പോയിട്ട് കഴിക്കട്ടെ. ജീവനും വന്നിട്ടുണ്ട്, ഇനി ജീവനെ വിളിക്കാം, വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇരുന്ന് കഴിക്കാം. ഇന്ന് എന്താ ഡിന്നറിന് ചോദിക്കുക? ഇന്ന് ചോദിച്ചില്ലല്ലോ നീ, സാധാരണ ചോദിക്കലുണ്ടല്ലോ. ഞാൻ പഠിച്ചെടുത്തില്ല ജീവ. ഞാൻ ക്യാമറ പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ ക്യാമറ അങ്ങനെ യൂസ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പം തന്നെ നിന്റെ തല കട്ടായി, ഇപ്പൊ കുറച്ച് സൂം ഔട്ട് ചെയ്യണം അല്ലേ? അല്ലെങ്കിൽ നീ ബാക്കിൽ പോയാലും പോരെ? എന്തായാലും അപ്പൊ ഇങ്ങനെ പതുക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ക്വാളിറ്റിക്ക് എന്തായാലും വ്യത്യാസം വരുത്തണം എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇനി നല്ലോണം ചെയ്യുമായിരിക്കും. ഓക്കെ, എന്നാ നമുക്ക് കഴിക്കാം. അല്ല നീ ചോദിക്കേ, റാൻഡമായിട്ട് ചോദിക്കുന്നുണ്ട്. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? നോക്ക് ജീവ, നോക്ക്. ഞാൻ നല്ല കൊടംപുളി ചോദിക്കാൻ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പോർഷൻ കൺട്രോളിന്റെ കാണിക്കുമല്ലായിരുന്നു, അപ്പൊ അതെടുത്തിട്ടുണ്ട്. എടാ ഇത് അടിപൊളിയാട്ടോ. ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് ഉണ്ടാക്കിയ പോലല്ലേ? അല്ല, ഇല്ല, ഞാൻ ഇതിൽ കുറച്ച് വേറെ സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. കഴിച്ചു നോക്ക്. ബട്ടർ ഇട്ടുണ്ട്? ഇല്ല, ഇതെന്താണ് നാടൻ കറിയിൽ ബട്ടറാ. കഴിച്ചു നോക്ക്. സൂപ്പർ അല്ലേ? സൂപ്പർ. എന്താ ഇട്ടെന്നറിയോ? ഗാർലിക് ചതച്ചിട്ടിട്ടു. ഇപ്പൊ നല്ല ടേസ്റ്റാ. എടുക്ക്, പ്ലേറ്റ് എടുക്ക്, കഴിക്കാം. ഞാൻ പിന്നെ നിനക്ക് ഗ്യാസ് ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. എന്നാ എടുക്കാം, കഴിക്കാം. അയ്യോ, ഞാൻ ഏപ്രിൽ ഊരിയില്ല. വെള്ളം എടുക്കുവോ? ജീവന്റെ വിലയേറിയ അഭിപ്രായം പറയും. കൊള്ളാം. എനിക്ക് പക്ഷെ ഈ കൊടംപുളി ഇട്ട മീൻകറി ഇഷ്ടമല്ലല്ലോ. കൊടംപുളി ഇട്ട മീൻകറി ഇഷ്ടമാണ്, എനിക്ക് ഈ മീൻ ഇഷ്ടമല്ല. പുഴമീൻ. അപ്പോൾ ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടി ഉണ്ട്, അത് ചെയ്യണം. കുറച്ച് നേരം TV കാണണം, അല്ല ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, അത് കാണണം. കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ അല്ല, അത്രേ ഉള്ളൂ. അതും കൂടെ കഴിയണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ബൈ ബൈ. ലൈൻ കട്ട്. കട്ട്. Guys, I'm going back to the stream.